ആരും ഇല്ലേ? ഇവിടെ ആരും ഇല്ലേന്ന്. ഒരു വീടിന്റെ വാതിലും ചവിട്ടി തുറന്ന് വീട്ടുകാരന്റെ അണ്ണാക്കി കയറിയിരുന്നാണോടാ ഇവിടെ ആരും ഇല്ലെന്ന് ചോദിക്കുന്നത്? നീ ഏതാണ് മാറി? സാർ ഞാൻ ഇരുന്നോട്ടെ. അതെടുത്ത് മാറ്റിയിട്ടിരി. ഞാൻ ഈ സൂര്യ കയ്യടി മനയെന്ന് വരികയാണ്. സൂര്യ കയ്യടി മന. അത് സൂര്യ കാലടി മനയെന്നല്ലേ? ഇത്ര നാള് കാലിട്ട് അടിച്ചു നോക്കി, ഒരു രക്ഷയില്ല. എന്നെ കൈയിട്ട് അടിച്ചു നോക്കാം, രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ. അപ്പൊ വന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഞങ്ങൾ ജ്യോതിശാലയത്തിൽ നിങ്ങൾ വന്നിട്ട് ജാതകം നോക്കിയായിരുന്നു. ഞാൻ ജ്യോതിശാലയത്തിൽ വന്ന് ജാതകം നോക്കിയായിരുന്നു. അതിന്റെ റിസൾട്ട് കഴിഞ്ഞ ആഴ്ച വന്നായിരുന്നു. എന്നിട്ട് കഷ്ടകാലമാണ്. കഴിഞ്ഞ ആഴ്ചയാണോ എന്റെ റിസൾട്ട് മനസ്സിലാക്കിയത്? എടാ, ഞാൻ ജനിച്ചു വീണപ്പോഴേ എന്റെ റിസൾട്ട് എനിക്ക് കിട്ടിയതാണ്. അതെങ്ങനെ? ഞാൻ ജനിച്ചു വീണപ്പോ ഒരു സിസ്റ്റർ എന്നെ എടുത്തപ്പോ സിസ്റ്ററിന്റെ കയ്യിൽ നിന്ന് തെന്നി ഞാൻ തലയും കുത്തി താഴെ വീണ്. അപ്പൊ വേറൊരു സിസ്റ്റർ എന്നെ വാരി എടുത്തിട്ട് പറയാ, ഈ ചെറുക്കൻ ഒരു കഷ്ടകാലം പിടിച്ചവരാണ്. ഞാൻ ഈ റിസൾട്ടൊക്കെ നേരത്തെ അറിഞ്ഞതാണ്. അപ്പൊ ഈ കഷ്ടകാലം മാറാൻ വേണ്ടി ഞങ്ങളെ ജ്യോതിശാലയം തന്നെ ഒരു പ്രോഡക്റ്റ് ഇറക്കിയിട്ടുണ്ട്. എന്ത് പ്രോഡക്റ്റ്? പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വീട്ടിലെ കഷ്ടകാലങ്ങൾ മാറാൻ വേണ്ടി ഞങ്ങളെ ജ്യോതിശാലയം പ്രത്യേകമായി ഇറക്കിയിരിക്കുന്ന വലംപിരി ശംഖ്. നിനക്ക് പിരിവെട്ടിയതൊന്നും അല്ലല്ലോ. അല്ല, ഇതിനകത്തൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ഇതിനകത്തൊന്നും വിശ്വസിക്കുന്ന ആളല്ല. അയ്യോ, അങ്ങനെ പറയരുത് സാറേ. പിന്നെ ഇപ്പൊ ഓണം ബമ്പർ അടിച്ചില്ലേ, അയാൾക്ക് ഞാനായി ശംഖ് വിറ്റത്. ഏത്? ഞാനായി ശംഖ് വിറ്റത് ഓണം ബമ്പർ അടിച്ചയാൾക്ക്. സത്യമാണോ നീ പറയുന്നത്? സത്യം. പിന്നെ ചേട്ടൻ അത്രയ്ക്ക് വിശ്വാസമില്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് വിശ്വാസമായില്ല. നീ പറയുന്നതിനകത്ത് വല്ല സത്യം ഉണ്ടോന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ? ഒരു കാര്യം ചെയ്യും, അത്ര ദൂരം ഒന്നും പോണ്ട. നിങ്ങളുടെ ഈ വളവുണ്ടല്ലോ, രായപ്പന്റെ. അതെ, അവിടെ താങ്കളെ പോലെ തന്നെ പണിക്ക് പോകാത്ത ഒരാളുണ്ടല്ലോ, സുരേഷ്. അതെ, അയാൾ അവിടെ ഇരുന്നര വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയാണ്. അയാൾക്കും ഈ ശംഖ് വിറ്റത് ഞാനാണ്. സുരേഷിന് ശംഖ് ഞാനാണ് വിറ്റത്. ഈ ശംഖിന്റെ ഐശ്വര്യം കൊണ്ടാണ് അവിടെ വീട് പൊങ്ങുന്നത്. അത് ശരിയാണോ? എന്നെ പോലെ ഒരു പണിയില്ലാതിരിക്കുന്ന അവനെങ്ങനെ 2 നില വീട് വെച്ചത് അല്ലേ? നീ പറയുന്നതിനകത്ത് വല്ല സത്യമുണ്ടോ? സത്യമാണ് സാർ. എന്നാ ഇത് ശംഖ് എനിക്ക് ഒരെണ്ണം വേണം. പിടിച്ചോളൂ. പിന്നെ ഈ ശംഖിന്റെ വില 2000 രൂപയാണ്. ചേട്ടനായതുകൊണ്ട് ഒരു 1000 രൂപയ്ക്ക് തരാം. ഓക്കെ, സന്തോഷം. 2000 രൂപയുടെ ശംഖ് എനിക്കായതുകൊണ്ട് നീ 1000 രൂപയ്ക്ക് തന്നു. ഞാനത് മേടിച്ചു. നീ ആയതുകൊണ്ട് ഞാനൊരു 500 രൂപ അങ്ങ് തരും. 500 രൂപ പറ്റത്തില്ല, 1000 രൂപ വേണം. ഇല്ല, നീ ആയതുകൊണ്ട് ഞാൻ 500 രൂപ തരത്തുള്ളൂ. ഇല്ല, 500 വേണ്ട. വേണ്ട. 500 ഉറപ്പിച്ച്. 500 500.